അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അല്ലേ. പാർട്ട് 1 സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ചാപ്റ്ററാണ് നമ്മളിന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ഡിറ്റർമൈൻ ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് എന്നാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലൈഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചാണ് ഒന്നിതിൽ പറയുന്നത്. രണ്ടാമത്തേത് ഹൗ ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്. ഇങ്ങനെ കുറേ റൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതെല്ലാം രൂപത്തിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് ആ റൈറ്റ്സൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഓരോ വ്യക്തികൾക്കുമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹൗ ദ ജുഡീഷ്യറി പ്രൊട്ടക്ട്സ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദീസ് റൈറ്റ്സ്. അതായത് ജുഡീഷ്യറി എങ്ങനെയാണ് ഇത്തരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ജുഡീഷ്യറി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇവിടെ നോക്കുന്നുണ്ട്. അതുപോലെ ഹൗ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡിഫർ ഫ്രം ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളൊരു ഭാഗവും കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും ഒന്നാണോ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഈ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന കുറേ സന്ദർഭങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലേ. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ കാണാം. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അല്ലെ, അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്ന സന്ദർഭങ്ങൾ, കസ്റ്റോഡിയൽ ടോർച്ചർ, അതായത് കസ്റ്റഡിയിലുള്ള പീഡനങ്ങൾ അല്ലേ, കസ്റ്റഡിയിൽ വെച്ചിട്ട് പീഡന മരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഡിനയൽ ഓഫ് മിനിമം വേജസ് ടു വർക്കേഴ്സ്, തൊഴിലാളികൾക്കുള്ള ഒരു മിനിമം വേതനം അത് തടയുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തെ പൗരനുണ്ടായിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആവശ്യകത, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആവശ്യകതയും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും ഇത്തരം സന്ദർഭങ്ങളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇനി ഒരു 2-3 എക്സാമ്പിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് when the Asian Games was hosted by India in 1982, for the construction of stadium, the government entrusted the work with few contractors. The contractors hired the laborers and were kept in poor working condition and paid less than minimum wages decided by the government. Social activists took up the matter before the court as there was a violation of fundamental rights against exploitation. Okay, the court directed the government to ensure that the workers got prescribed wages for their work. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 1982 ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയാണ് അതിന് ആതിഥ്യം ഉരുളുന്ന രാജ്യം. ആ സന്ദർഭത്തിൽ അതിൻ്റെ സ്റ്റേഡിയം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില കോൺട്രാക്ടേഴ്സിനുമായിട്ടൊക്കെ കരാറിൽ
കരാർ വെച്ചിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, കുറേ വർക്കേഴ്സിനെ കൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ചില വന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഇടപെടലിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ വർക്കേഴ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റേഡിയം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കോൺട്രാക്ടേഴ്സ് കൊണ്ടുവന്ന വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ ജോലിക്ക് വന്നിട്ട് അവരവിടെ താമസിക്കുന്ന സ്ഥലം പുവർ വർക്കിംഗ് കണ്ടീഷൻ, വളരെ ദയനീയമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണ്. താമസ സൗകര്യമില്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ അവർക്ക് വേണ്ട മിനിമം എന്താ പറയുക, പ്രൊട്ടക്ഷൻ കൊടുക്കാത്തൊരു സ്ഥലത്ത് ആണ് എന്ത് ചെയ്യുന്നത്, അവർ ജോലി ചെയ്യുന്നത്. അതേപോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അങ്ങനത്തെ പുവർ വർക്കിംഗ് കണ്ടീഷൻ. അതുപോലെ തന്നെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മിനിമം വേജസ്, അതായത് ജോലിക്ക് വേണ്ട ആ ഒരു മിനിമം വേജ് ഉണ്ടാവില്ല, ഒരു വേതനം, കൂലി, അതുപോലും എന്ത് ചെയ്യുന്നില്ല, ഈ കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യുന്നത് നൽകുന്നില്ല. ഇതുപോലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ സ്വമേധയാ ഇടപെട്ട് കേസെടുത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു കോർട്ടിനെ സമീപിച്ചു. അവസാനം കോർട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനോട് വിധി ഉറപ്പിച്ചിട്ട് ഗവൺമെൻറ്റിനോട് എന്ത് ചെയ്തു, അവരുടെ വർക്കേഴ്സിൻ്റെ സുരക്ഷിതത്വം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, മിനിമം അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എത്ര ഒരു വേജ് ഉണ്ടാവുമല്ലോ, ഡെയിലി ഇത്ര രൂപ എന്നുള്ള ഒരു കണക്കിൽ എത്രയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് അത് അവർക്ക് കൊടുക്കൽ ഉറപ്പ് വരുത്താനും ഗവൺമെൻറ്റിനോട് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഒരു ഇന്ത്യയിലെ ഏതൊരു തൊഴിലാളിയുടെയും എന്താ പറയുക ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവിടെ ഹനിക്കപ്പെട്ടപ്പോഴാണ് കോടതി ഇടപെട്ടത്. വേറൊരു സിറ്റുവേഷനും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണെ പറ്റി പറയുന്നത് മൈക്കൽ ലോങ്ലങ്, a 23-year-old young man who was arrested for offense. He was found mentally unfit to stand trial, hence he was sent to hospital for treatment. The doctor who treated him gave report on 2 occasions stating that he was to fit stand trial, but the police authorities did not seriously consider this and he was in judicial custody for 55 years. അതെ, ഈ 23 വയസ്സുള്ള ഇയാളുണ്ടല്ലോ, ഈ പറയുന്ന മൈക്കൽ ലാലങ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മെൻ്റലായിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒഫൻസിന് വേണ്ടിയിട്ട് ചെറിയ കുറ്റകൃത്യം ചെയ്തപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തതാണ്. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യണം, ഹി വാസ് ഫൗണ്ട് മെൻ്റലി അൺഫിറ്റ് ഫോർ ട്രയൽ, അതായത് മാനസികമായിട്ട് അദ്ദേഹം എന്തില്ല, റെഡി ആയിരുന്നില്ല കോടതിയിലെ വിചാരണ നേരിടാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി. ദ ഡോക്ടേഴ്സ് ഹു ട്രീറ്റഡ് ഹിം ഗേവ് റിപ്പോർട്ട് ഓൺ 2 occasions സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി വാസ് ഫിറ്റ് ടു സ്റ്റാൻഡ് ട്രയൽ. അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർമാർ 2 പ്രാവശ്യം പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹം എന്താണ് ട്രയലിൻ്റെ, അതായത് വിചാരണയ്ക്ക് കോടതിയിലെത്താൻ മാനസികമായിട്ട് പ്രാപ്തി വരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിചാരണ നടത്താൻ 2 പ്രാവശ്യം ഡോക്ടേഴ്സ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ പോലീസ് അത് പരിഗണിക്കാതെ അദ്ദേഹത്തെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് എത്ര വർഷം എന്ന് പറയുമോ, 55 years. അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ 1/4 ഭാഗത്തോളം എന്ന് പറയാൻ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിട്ട് വെറുതെ വിചാരണയൊന്നും ഇല്ലാതെ കസ്റ്റഡിയിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി കേസുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ പോലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കുന്ന, അതിന് വയലേഷൻ സംഭവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഇതുപോലെയുള്ള പല ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്
ഭരണഘടനയിൽ പറഞ്ഞ കുറച്ച് അവകാശങ്ങളുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എന്താണ് ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരം എന്താ പറയുക ആ റൈറ്റ്സ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം നമുക്ക് നോക്കാം. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ democracy became meaningful only if citizens have certain rights. ഡെമോക്രസി മീനിങ് ആവണമെങ്കിൽ എന്ത് വേണം? സിറ്റിസൻസ് ഹാവ് certain rights and these rights are protected. The rights of a person may be violated by another person, a private institution or by a government itself. അപ്പം നമുക്ക് ശരിക്കും ഒരു ഡെമോക്രസി സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റും അങ്ങനെ ഒരു ഭരണഘടന അങ്ങനെയൊന്നും ഉണ്ടായാൽ മാത്രം പോരാ. അവിടെ ജനങ്ങൾ പലതരത്തിലുള്ള ജീവിത മാർഗങ്ങൾ തേടി ഒരു രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിൽ മേഖലകളിലും പലതരത്തിലുള്ള സംരംഭങ്ങളിലും ഏർപ്പെട്ടിട്ട് അവനവൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭമായി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന ഒന്നും എന്തുണ്ടാവാൻ പാടില്ല, ആ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത്? അത് അവിടെ എന്താ ഡെമോക്രസി മീനിങ് ആണെന്ന്. അപ്പോൾ നമുക്ക് പറയാം therefore in all democracies the rights of citizens are listed in the constitution itself. അല്ലേ? ഒരു ഡെമോക്രസി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ശരിക്കും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യ റൈറ്റ്സ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദിസ് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് laid down and protected by the constitution is called bill of rights. അപ്പം ഈ ഇങ്ങനെ 1 by 1 ആയി പറഞ്ഞ റൈറ്റ്സുകൾ എവിടെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ആ റൈറ്റ്സിനെ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളും. ഇതിനെ പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ മനസ്സിലായല്ലോ? ഇപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്തെ എല്ലാ സിറ്റിസനും എന്തുണ്ടാവും? ചില റൈറ്റ്സുകൾ ഉണ്ടാവും. ആ റൈറ്റ്സുകൾ 1 by 1 ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ആളും ആരെ തന്നെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. ഇതിനെ പറയുന്നത് എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്നാണ് പറഞ്ഞത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The leaders of freedom movement had realized that the importance of rights and demands the British government to respect the rights of the people. അതായത് ലീഡേഴ്സ് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഹാഡ് റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ്സ്. അല്ലേ? നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ലീഡേഴ്സിനൊക്കെ എന്താ പറയുക? ഈ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റിയിട്ട് അറിയാം. ആൻഡ് ഡിമാൻഡ്സ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിമാൻഡഡ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു റെസ്പെക്റ്റ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പം അവരും എന്തായിരുന്നു? അവരുടെ ആവശ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള അവരുടെ ആവശ്യം ടു റെസ്പെക്റ്റ് ദ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങളെ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം, അത് മാനിക്കണം. ഇത് തന്നെയായിരുന്നു എന്ത്? നമ്മുടെ നാഷണൽ ലീഡേഴ്സിൻ്റെ ആവശ്യം. അല്ലേ? അവർക്ക് ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയും ചെയ്യുക. ഈ അവകാശങ്ങൾക്ക് എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ മാനിക്കണം എന്നായിരുന്നു അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഫ്രീഡം മൂവ്മെൻറ്റ് നടത്തിയത്. അല്ലേ? സ്ട്രഗിൾ നടത്തിയത്. The committee headed by Motilal Nehru demanded a Bill of Rights in 1928. അപ്പം നിങ്ങൾ കേൾക്കും മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ് അത് ഒരു രൂപരേഖ, ഒരു കരട് എന്ന് സബ്മിറ്റ് ചെയ്തു. ഇൻ 1928 അവർ സബ്മിറ്റ് ചെയ്തു. വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത്, ഭരണഘടന ഫ്രെയിം ചെയ്യുന്ന സമയത്ത്, ദ കമ്മിറ്റി ഡിമാൻഡഡ് ദ ഇൻക്ലൂഷൻ ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ആ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് എന്ത് ചെയ്യുന്നു?
പറഞ്ഞു. പ്രൊട്ടക്ഷൻ ദ റൈറ്റ്സ് അത് എന്ത് ചെയ്യുക, ആ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ദീസ് റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അങ്ങനെ ഉൾപ്പെടുത്തിയ ആ റൈറ്റ്സിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അവരെന്ത് ചെയ്തു, ഇന്ത്യയിലെ ഓരോ സിറ്റിസൻസിനും വേണ്ട റൈറ്റ്സുകൾ പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത് 1928. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അവർ പറഞ്ഞു ഇതൊക്കെ എവിടെ വേണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പറഞ്ഞ റൈറ്റ്സുകളാണ് പിന്നീട് എന്തായി മാറിയത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന പേരിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത്. ഓക്കെ, ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ റൈറ്റ്സ് വിച്ച് ആർ എൻഫോഴ്സ്ഡ് ബൈ ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കണം. ഓർഡിനറി ലോ, സാധാരണ ഒരു ലോൻ്റെ പോലെയല്ല, എന്താണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദേ ആർ എൻഫോഴ്സ്ഡ് ബൈ ലോ. അതായത് നിയമത്തിൻ്റെ പിൻബലത്തിൽ എന്താ പറയുക ഉള്ള ഒരു റൈറ്റ്സാണ്, അവകാശമാണ്. അതായത് ഈ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, കോർട്ടിനെ സമീപിക്കാം, കോടതിയെ സമീപിച്ചിട്ട് ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യവും അവകാശവും ഒരു ഇന്ത്യൻ പൗരന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ദീസ് റൈറ്റ്സ് ആർ എൻഫോഴ്സ്ഡ് ബൈ ലോ. ഇപ്പോൾ സാധാരണ ഓർഡിനറി ലോ എന്ന് പറയുമ്പോൾ സമയത്ത് എനിക്ക് ഒരു പേനയുടെ ആവശ്യം വന്നു, ഫോർ എക്സാമ്പിൾ. അപ്പോൾ എൻ്റെ കയ്യിൽ പേനയില്ല ക്ലാസ്സിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, ഒരു പേന വാങ്ങി. അപ്പോൾ ആ പേന വാങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, എനിക്ക് പേന തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പേന തരുകയും ചെയ്യാം, പേന തരാതിരിക്കുകയും ചെയ്യാം. അപ്പം ശരിക്കും അതെന്താ പറയുക, ഒരു ഓർഡിനറി ആയിട്ടുള്ളൊരു ലോ ആണ് അല്ലേ, ഒരു ഓർഡിനറി ആയിട്ടുള്ള ലോ ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടി തരാത്ത നമുക്ക് കോടതിയെ ഒന്ന് സമീപിക്കാൻ പറ്റില്ല. അത് മൊറാലിറ്റി എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ലോവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് കോർട്ടിന് നമുക്ക് അത് എൻഫോഴ്സ് ചെയ്യണില്ല. ലോ കൊണ്ട്, നിയമം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കപ്പെടുന്നൊരു കാര്യമല്ല. പക്ഷേ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് പേന വാങ്ങി, ഞാൻ എഴുതി, തിരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ കുട്ടിക്ക് പേന തിരിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാം. കുട്ടിയുടെ ഒരു സാധനം, ഒരു വസ്തു അല്ലേ, ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു വസ്തു ഞാൻ എന്ത് ചെയ്തു, മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഞാൻ കൈക്കലാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്ത് ചെയ്യാം, ലോ ഉപയോഗിച്ച് കോടതിയെ സമീപിക്കുക. അപ്പോൾ അങ്ങനെയുണ്ട്. ലോ രണ്ട് രൂപത്തിലുണ്ട്, എൻഫോഴ്സ്ഡ് ബൈ ദ ലോ ഉണ്ട്, നോട്ട് എൻഫോഴ്സ്ഡ് ബൈ ദ ലോ ഉണ്ട്. അപ്പോൾ ഈ എൻഫോഴ്സ്ഡ് ബൈ ദ ലോ ആണ് നമ്മൾ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താ പറയുന്നത്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അത് നമുക്ക് ഗ്യാരണ്ടി തരുന്നതും ആരാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കത് അതിനായി ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ദ ബ്രിട്ടീഷ് റൂൾ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഹ്യൂമൻ വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻസ്. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഭരണം എന്നുള്ളത് എന്തായിരുന്നു, ഒരു മനുഷ്യത്വപരമല്ലാത്തുള്ള ഒരു ഭരണമായിരുന്നു അവർക്ക്. ദെർഫോർ അവർ ഫ്രീഡം സ്ട്രഗിൾ ഇംബൈബ്ഡ് ദി സ്പിരിറ്റ് ഓഫ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ആളുകൾക്ക്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശരിക്കും ഈ റൈറ്റിന്, ജനങ്ങളുടെ അവകാശത്തിൻ്റെ വില മനസ്സിലാകും അല്ലേ. കാരണം ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു ഭരണകൂട സംവിധാനമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ. സോ അതിൻ്റെ വില എന്തായിരുന്നു, ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വില, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റിൽ പങ്കെടുത്ത നമ്മുടെ ലീഡേഴ്സിന് നന്നായി അറിയാം. By the time of Indian independence, there was a consensus that the rights should be included in and protected by the constitution അല്ലേ. അപ്പം സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അവർ നിർബന്ധമായിട്ടും വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ഈ റൈറ്റ്സ് എന്തെങ്കിലും ഉൾപ്പെടണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടണം.
Thus, the Constitution listed the rights that would be specially protected. These rights are called fundamental rights. ഇപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ നിർബന്ധിച്ചിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ റൈറ്റ്സുകൾ എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെഹ്റു കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റീനെ പറ്റി നമ്മൾ നേരത്തെ മോത്തിലാൽ നെഹ്റുവിനെ പറ്റി പറഞ്ഞ അത് തന്നെയാണ്. അത് എങ്ങനെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ദ സൈമൺ കമ്മീഷൻ ഇൻ 1927 ടു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1927 സൈമൺ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. സൈമൺ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7 മെമ്പേഴ്സാണ് ഉള്ളത്. ജോൺ സൈമൺ എന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെഡ് ചെയ്തിരുന്നത്. സോ അത് ആ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് സൈമൺ കമ്മീഷൻ. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്? ടു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഇന്ത്യയിൽ ഒരു ഭരണഘടന നിർമ്മിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ, അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ആസ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ വെയർ ഇംഗ്ലീഷ്മെൻ ആൻഡ് നോട്ട് എ സിംഗിൾ ഇന്ത്യൻ മെമ്പർ വാസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് ദ കോൺഗ്രസ് ബൈക്കോട്ടഡ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലുള്ള എല്ലാ മെമ്പേഴ്സും ആരാണ്? ഇംഗ്ലീഷുകാരായിരുന്നു. അതായത് ബ്രിട്ടനിലെ MP-മാരായിരുന്നു അതിലുള്ള എല്ലാ മെമ്പേഴ്സും. ഒരു സിംഗിൾ ഇന്ത്യൻ മെമ്പർ പോലും അതിലെന്തില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ അതിനെന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു, അതിനെ നിരസിച്ചു. സൈമൺ കമ്മീഷൻക്ക് എതിരായിട്ട് പല പ്രക്ഷോഭ പരിപാടികൾക്കും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമൊക്കെ നടന്നു. ഓക്കെ. As protest against the Simon Commission spread like wildfire, the government of India appointed a subcommittee headed by Motilal Nehru to frame a constitution acceptable to all. അപ്പോൾ എന്താ പറയുക, ഇതിനെതിരായിട്ട് ഇവർക്ക് പ്രതികാരം എന്നോണം ഇതിനെതിരായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു. ആരുടെ നേതൃത്വത്തിൽ? മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. എന്തിനെ പറ്റി പഠിക്കാൻ? അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോമിനെ പറ്റിയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് നെഹ്റു കമ്മിറ്റി. ഓക്കെ. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്തുദ്ദേശത്തോടു കൂടിയേ വന്നത്? ആ ഉദ്ദേശം നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ആരെ? മോത്തിലാൽ നെഹ്റു. സോ ദ കമ്മിറ്റി അതിനെന്താ വിളിക്കുന്നത്? നെഹ്റു കമ്മിറ്റി. അപ്പോൾ നെഹ്റു കമ്മിറ്റിയുടെ ഹെഡ് ചെയ്തത് ആരാണെന്ന് ചിലപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോവരുത്. മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു കമ്മിറ്റിയുടെ ഹെഡായിരുന്നത്. ഓക്കെ. ഹെഡഡ് ബൈ മോത്തിലാൽ നെഹ്റു ടു ഫ്രെയിം കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റബിൾ ടു ഓൾ. അല്ലേ? ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഓഗസ്റ്റ് 1928. അങ്ങനെ ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് എന്ന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്? 1928 സമർപ്പിച്ചു. ദിസ് ഈസ് നോൺ ആസ് ദ നെഹ്റു റിപ്പോർട്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെഹ്റു റിപ്പോർട്ട് എന്നുള്ളത്. ആ നെഹ്റു റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നീട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇവിടെ ചെറിയൊരു കാര്യം നേരത്തെ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷനും കൂടാണ്. The difference between the fundamental rights and other rights is important. അതായത് ഭരണഘടന വിഭാവനം ചെയ്യപ്പെടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സും അത് അല്ലാത്ത റൈറ്റ്സും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ ഓർഡിനറി ലോ. അല്ലേ? സാധാരണ നമുക്ക് നടക്കുന്ന ഓരോ നിയമങ്ങളും അതിൻ്റെ അവകാശങ്ങളും സംരക്ഷണവും ഒക്കെ എന്താണ്? ഓർഡിനറിയിൽ സാധാരണ ലോ വെച്ചിട്ടുള്ളതാണ്. But for example, physical assault on a person by another person. അതായത് ഒരാൾ എന്താ പറയുക, ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായി ഉപദ്രവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കേസാവും. അല്ലേ? കേസാണല്ലോ. അല്ലേ? ഒരാളൊരു അടിപിടി കേസിലൊക്കെ പിടിച്ചാൽ നമ്മൾ കോടതി അങ്ങനെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കേസാണ്. പക്ഷെ അത് ഓർഡിനറി ലോ വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്.
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടനയിൽ പറഞ്ഞ ഓരോ പോയിൻറ്റ്സുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെയും ബേസിലാണ്. അതിന് ഏത് രൂപത്തിലാണ് ശിക്ഷ നൽകേണ്ടത്, അതിന് ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്, ആ രൂപത്തിലൊക്കെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഓർഡിനറി റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഓർഡിനറി പ്രോസസ് ലോ മേക്കിംഗ് അല്ലേ. അപ്പോൾ ഓർഡിനറി റൈറ്റ്സിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു അടിപിടി കേസിൽ ഒരാൾക്ക് എന്തുണ്ട്, ഒരു വധശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ പറയുക ഒരു 10 വർഷത്തെ തടവ്, ഒരു 5 വർഷം, അങ്ങനെ നമുക്ക് എന്ത് വിധിക്കില്ലേ കോടതി. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ഓർഡിനറി ലോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. ഇപ്പോൾ 10 വർഷത്തുള്ളത് ഇപ്പോൾ 5 വർഷമാക്കി ചുരുക്കുക, അല്ലെങ്കിൽ ജീവപര്യന്തം തടവുള്ളത് അങ്ങനെയൊക്കെ ആക്കി ചുരുക്കുന്നതും കൂട്ടുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കൂട്ടലും കുറയ്ക്കലൊക്കെ ഓർഡിനറി ലോസിൽ എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്തുക. അതായത് ആ ലോയിൽ ചേഞ്ച് വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റൈറ്റും ചേഞ്ചൊക്കെ വരുത്താം. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. എന്തെങ്കിലും ചേഞ്ച്, ഇപ്പോൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓൺലി ബൈ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. വെറുതെ നമുക്ക് അങ്ങനെ പോയിട്ട് ചെയ്ത് ചെയ്യാനോ ഒരു കോടതിക്ക് അങ്ങനെ ചെയ്യാനോ ഒന്നും പറ്റൂല. ഭരണഘടന എന്ത് ചെയ്യണം, ഭേദഗതി ചെയ്യണം, ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തണം. അതിനെ പറയുന്ന പേരാണ് അമെൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുക. ഭരണഘടനാ ഭേദഗതി ചെയ്യുക. അത് പെട്ടെന്നൊരു കോടതിക്കോ ഒരു വ്യക്തിക്കോ ഒരു ഇന്ത്യൻ പ്രസിഡൻറ്റിനോ ഒന്നും ഒരു സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ അമെൻമെൻറ്റിൻ്റെ ചർച്ചകളൊക്കെ നടന്ന് പല പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് മാത്രമേ ഭരണഘടന എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമെൻമെൻറ്റ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, ഇഷ്ടംപോലെ അമെൻമെൻറ്റുകൾ ഭരണഘടനയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ. The judiciary has the power and responsibility to protect the fundamental rights of the people. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, എന്താ പറയുക, അതിൻ്റെ ഉത്തരവാദിത്വം അത് എങ്ങനെ നടപ്പാക്കുന്നുണ്ടോ, അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ രൂപത്തിലുള്ള ശിക്ഷകൾ നൽകണം, എന്തൊക്കെ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തണം എന്നൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റിയും പവറും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, ജുഡീഷ്യറി അല്ലേ. സുപ്രീം കോടതി, ഹൈക്കോടതി, സിവിൽ കോടതികൾ, ഇങ്ങനെ കുറേ കോടതികളുണ്ട്, കുറേ തലങ്ങളുണ്ട് കോർട്ടിനല്ലേ. അപ്പോൾ ഓരോ കേസിൻ്റെ പവറിനനുസരിച്ച് ഓരോ ജുഡീഷ്യറി ആയിരിക്കും ഓരോന്നിന് തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. അപ്പോൾ ജുഡീഷ്യറിക്കാണ് ഇതിനുള്ള പവറുള്ളത്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്, ജുഡീഷ്യറിയിലാണ്. ലെജിസ്ലേറ്റീവ് ആൻഡ് executive actions violating the fundamental rights of the people can be declared illegal by the judiciary. അതായത് ഗവൺമെൻറ് അല്ലേ, നിയമനിർമ്മാണ സഭ, അതായത് പാർലമെൻറ്റ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്, ഭരണം, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഭാഗത്ത് നിയമനിർമ്മാണം നടത്തുന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ എന്തെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, ഇടപെടാം. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ CAA ഒക്കെ സമയത്ത് എന്ത് ചെയ്യാം, കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വിധി സ്റ്റേ ചെയ്യാം. അതിനുള്ള അവകാശം കോടതിക്കുണ്ട്. കാരണം ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അവിടെ ഹനിക്കപ്പെടുന്ന. അങ്ങനത്തെ പ്രശ്നങ്ങളുടെ കോടതിക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം ആ വിധിയെ. അപ്പം കോർട്ടിനാണ് അതിനുള്ള പവർ ഉള്ളത്, റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ കോർട്ടിൽ അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക ചേഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ കോർട്ടിന് എന്തുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനുള്ള പവർ ഉണ്ടെന്ന് ചുരുക്കം. There have been many instances of this. It is also important note that fundamental rights are not absolute or unlimited. There can be reasonable restriction on the exercise of fundamental rights.
അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സല്യൂട്ട് ഓർ അൺലിമിറ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ലിമിറ്റഡ് ദർ ക്യാൻ ബി റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ എക്സസൈസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പോൾ നമുക്ക് നടപ്പാക്കുന്നതിന് ചില എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുറേ എന്താ പറയുക, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ന കണ്ടീഷൻസൊക്കെ അത് ഫോളോ ചെയ്ത് അത് ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നൊന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നേച്ചർ പറഞ്ഞു, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ട കാരണങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്, അത് ഏത് ആർട്ടിക്കിളിലാണ്, ഏത് പാർട്ടിലാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.